ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ അച്ഛനാണ് ഇപ്പൊ സാറിന്റെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ അച്ഛൻ ഈ കാല് പിടിക്കുമായിരുന്നു. അച്ഛന് പകരം ഞാൻ. അയ്യോ, എന്താ കുട്ടി കാണിക്കുന്നേ? വലിയ വലിയ ആഗ്രഹങ്ങള് പെട്ടെന്ന് നടക്കാൻ പാടില്ലല്ലോ. അപ്പോഴല്ലേ കണ്ടുമുട്ടുമ്പോ അതിന്റെ ഒരു രസം. ഞാനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. ശ്യാമ മാഡത്തിനെ കാണുമ്പോ എന്താ പറയാ, സ്നേഹത്തോടെ സംസാരിക്കോ, എന്നോട് ഇഷ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ട, ദൈവത്തെ പോലെ ഇഷ്ട. രാധിക മോളിനെ എങ്ങോട്ട് പോവാ? ആ, ഞാൻ എന്റെ അനിയത്തിയും കൂട്ടി കണിമംഗലത്തേക്ക് പോവാ. അവളെ അവിടെ ആക്കാൻ വേണ്ടിട്ട്. ഞാൻ ഫോൺ വെച്ചോട്ടെ? ആയിക്കോട്ടെ മോളെ. എന്താ ചേച്ചി? ഞാൻ ശ്യാമ മാഡത്തിനെ കണ്ട കാര്യം അമൃത മാഡത്തോട് പറയായിരുന്നു. അവര് തമ്മിലും കണ്ടില്ലാന്ന്. കഷ്ടായിപ്പോയി. ഇനി പോവാമോ നമുക്ക്? വാ. മോൾ എന്നെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ കൊതി തോന്നുക ഏട്ടത്തി. എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞവളെ കൂടെ നിർത്താനായിട്ട്. അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വളർത്തി വലുതാക്കിയ അമ്മയോട് രാധിക മോൾക്ക് വല്ലാത്ത സ്നേഹം. പെറ്റമ്മയോട് അത്രയും സ്നേഹമുണ്ടോ അതോ ഇഷ്ടക്കുറവാണോന്നറിയില്ല. അതും ശരിയാ. അതറിഞ്ഞിട്ട് മതി. പതുക്കെ പതുക്കെ ദൈവം തന്നെ കൂട്ടിച്ചേർക്കട്ടെ. ഇറങ്ങി വാ. വാ. ഇവിടെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? വരുൺ, വേണ്ട രാധിക. തന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരാളോട് പൊറുക്കാൻ തനിക്ക് കഴിയുമായിരിക്കും. പക്ഷെ എനിക്കും എന്റെ കുടുംബത്തിനും അതൊന്നും കഴിയില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്നെയും കൂട്ടി ഇവിടെ വരാൻ കാണിച്ച ഇയാളുടെ മനസ്സുണ്ടല്ലോ, അത് നിനക്കൊരിക്കലും മനസ്സിലാവില്ല. കാരണം രക്തബന്ധമായാലും കൂടപ്പിറപ്പായാലും കൊല്ലാൻ മടിക്കാത്തവളാ നീ. അത് കഴിഞ്ഞിട്ട് കരയാനും ചിരിക്കാനും ഒക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ കൂട്ടിക്കൊണ്ട് തിരിച്ചു പോയിക്കോ രാധിക. എനിക്ക് അച്ഛനെ കാണണം, മുത്തശ്ശിയെ കാണണം. അല്ലാതെ ഞാൻ പോവില്ല. രാധിക, ഇവളെയും വിളിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഞാൻ പറഞ്ഞത്. പ്രിയ ഇങ്ങോട്ട് വരുന്നില്ലെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാനാ ഇവളെ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. അത് ഈ കുടുംബത്തിനോട് എനിക്കുള്ള വിശ്വാസം. അച്ഛാ, ഞാൻ കോടതിയിൽ കയറി പ്രിയങ്കയ്ക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ കൃത്യമായ ബോധ്യമില്ലാതെ അവരോട് വിടൂ. മുത്തശ്ശി, പ്രിയ അവർക്ക് പണം കൊടുത്തു എന്നുള്ളത് സത്യ. അത് അവർ സഹായമായിട്ട് ചോദിച്ചിട്ടാ. പക്ഷെ അവര് കേസിൽ പെടുന്നു വന്നപ്പോ പ്രിയങ്കയുടെ പേരവര് പറഞ്ഞതാ. കണിമംഗലത്തുകാര് പ്രിയങ്കയെ രക്ഷപ്പെടുത്തുമ്പോ അക്കൂട്ടത്തിൽ അവർക്കൂടി രക്ഷപ്പെടാന്ന് തോന്നില്ല.
ഈ കഥകളൊക്കെ നിങ്ങളെല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ചാണോ അതോ ഈ ക്രിമിനൽ തന്നെ പറഞ്ഞാണോ? ഞങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ കാലിൽ വീണ് ഇറക്കാനേ പറ്റൂ. പ്രിയയിൽ നിന്ന് ഇനി ഒരു തെറ്റുണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരാം. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിനെ അവള് കാണിച്ച ഞാനോ അച്ഛനോ ഞങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളോ ഒരിക്കലും ഇങ്ങനെ വന്ന് കെഞ്ചില്ല. ഏട്ടാ, അനിയത്തി എന്നല്ല എന്നെ വിളിക്കുക. ഏട്ടന്റെ പെങ്ങളല്ലേ ഞാൻ. എന്റെ അനിയത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി വന്ന ഞങ്ങളുടെ കുടുംബം പിന്നെ ബാക്കി ഉണ്ടാവില്ല. എന്റെ അച്ഛനാണ് ഇപ്പൊ സാറിന്റെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ അച്ഛൻ ഈ കാല് പിടിക്കുമായിരുന്നു. അച്ഛന് പകരം ഞാൻ. അയ്യോ, എന്താ കുട്ടി കാണിക്കുന്നേ? നിന്റെ നന്മയിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒരിക്കലും ആർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ല. പക്ഷേ അമ്മേ, രാധിക മോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മളത് കേൾക്കാതിരിക്കുന്ന എങ്ങനെയാ? അമ്മേ, എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാവരോടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാ. പിന്നെ ഇനി ഈ വീടിനകത്തേക്ക് ഇവളെ വിളിച്ച് കയറ്റുകയാണെങ്കിൽ ഞാനുമായിട്ട് അവൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. മുത്തശ്ശി, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഇഷ്ടം. എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണം. എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം. അതൊക്കെ എന്റെ വലിയ ആഗ്രഹം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. പരമേശ്വര, അവരകത്തേക്ക് കയറട്ടെ. വിളിച്ചുകൊണ്ട് പോ ഇവളെ. എല്ലാത്തിനും മാപ്പ്. ഇനി എന്നിൽ നിന്നും ഒരു തെറ്റുണ്ടാവില്ല.